ഹായ്, എനിക്ക് ഒരു മെസ്സേജ് വന്നു. മമ്മൂക്കയെ ആരാധിക്കുന്ന ഒരാളുടെ മെസ്സേജാണ്. നിങ്ങൾ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാരെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നവാസിനെ കുറ്റം പറയാൻ? നിങ്ങളും അതുപോലത്തെ ആൾ തന്നെയല്ലേ? നിങ്ങളുടെ വീഡിയോസ് എല്ലാം മോഹൻലാലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മോഹൻലാലിനെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്, മമ്മൂട്ടിയെ അടിച്ചു താഴ്ത്തിയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നെനിക്ക് തോന്നി. അത് കേൾക്കണം നിങ്ങൾ. തീർച്ചയായും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. മലയാളത്തിന്റെ രണ്ട് മഹാനടന്മാർ. ആ രീതിയിൽ രണ്ടുപേരെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ ചാനലിലൂടെ സിനിമാ വീഡിയോസ് ഞാൻ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. മുൻപ് സിനിമാ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് പല ചാനലുകളിലാണ്. പല സമയങ്ങളിലും പല ആൾക്കാർക്കും നമ്മളെ വലിയ ദേഷ്യമാണ്. നമ്മൾ ഈ പറയുന്നത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പല ചാനലും എനിക്ക് നഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇപ്പോൾ സിനിമാ വീഡിയോസ് ചെയ്യുന്നത്. അതായത് പല ചാനലുകളും പല ആൾക്കാരും അടിച്ചു കളഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ മമ്മൂട്ടിയെ അധിക്ഷേപിച്ച് ഞാൻ ഒരു വീഡിയോയിലും സംസാരിച്ചിട്ടില്ല. മമ്മൂക്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മഹാനടനാണ് എന്നുള്ളത് തന്നെയാണ്. അതിലെനിക്കൊരു സംശയമില്ല. മലയാള സിനിമയെ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് മറ്റു ഭാഷകളിലേക്ക് എത്തിച്ചത്. അതായത് ഇവിടെ ഇങ്ങനെയുള്ള സിനിമകളുണ്ട്, ഇവിടെ നന്നായി അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട് എന്നെല്ലാം എല്ലാവരും അറിഞ്ഞത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മലയാള സിനിമയെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവന്നത് മമ്മൂട്ടിയല്ല മോഹൻലാൽ തന്നെയാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മോഹൻലാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പല ആൾക്കാരും മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലൊക്കെ വേണ്ടേ? ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണ്ടേ? മോഹൻലാലിനെ കുറിച്ച് അത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് മമ്മൂട്ടിയെ ചവിട്ടി താഴ്ത്തുന്നു എന്ന അർത്ഥമില്ല. മമ്മൂട്ടിയുടെ സിനിമകൾ വിജയിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ സിനിമകൾ വിജയമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കോവിഡ് കഴിഞ്ഞ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ ഒരുപാട് തിയേറ്ററുകളിൽ വന്നു. ആ സമയത്ത് മമ്മൂട്ടിയുടെ സിനിമകൾ എല്ലാം വിജയിച്ചുകൊണ്ടേയിരുന്നു. മോഹൻലാലിന്റെ സിനിമകൾ പരാജയപ്പെട്ടിരുന്നു. ആ സമയത്ത് ഞാൻ മമ്മൂട്ടിയുടെ സിനിമ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ സിനിമ വിജയമായി കൊണ്ടിരിക്കുന്നു, മമ്മൂട്ടി കഥ നല്ല രീതിയിൽ സെലക്ട് ചെയ്യുന്നു, മോഹൻലാൽ അതിൽ പരാജയപ്പെടുന്നു, അതുകൊണ്ടാണ് സിനിമകൾ പരാജയപ്പെടുന്നത് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മോഹൻലാലിന്റെ സിനിമകൾ വിജയിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ അടുത്തിറങ്ങിയ സിനിമകളുടെ എല്ലാം കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കാണ്. അത് കൃത്യമായി അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു രൂപ പോലും ഞാൻ കുറച്ചിട്ടില്ല. മോഹൻലാലിന്റെ സിനിമകളും അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രാക്കേഴ്സ് കണക്കിൽ അടുത്തിറങ്ങിയ മോഹൻലാലിന്റെ സിനിമകളെല്ലാം വലിയ വിജയമാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് അത്രയും എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മമ്മൂക്കിയുടെ ചില ആരാധകരുണ്ട്, ഒരാളെ അടിച്ചു താഴ്ത്താൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക. അതിനെതിരെയാണ് ഞാൻ പലപ്പോഴും സംസാരിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ സിനിമകൾ മികച്ച കളക്ഷൻ നേടുമ്പോൾ അത് തള്ളാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു കൂട്ടർ, അവർക്കെതിരെ സംസാരിക്കണ്ടേ? ഇപ്പൊ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന സിനിമ പരാജയമാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഞാൻ സംസാരിക്കും. അത് ശരിയല്ല എന്ന രീതിയിൽ ഞാൻ സംസാരിക്കും. അതായത് കളങ്കാവൽ 82 കോടിയോളം കളക്ഷൻ നേടിയ സിനിമയാണ്. അത് പരാജയമാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഞാൻ സംസാരിക്കും. അങ്ങനെയല്ലേ വേണ്ടത്? മോഹൻലാലിന്റെ സിനിമകളെല്ലാം പരാജയമാണ്, എല്ലാം തള്ളാണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അത് ആരാണ് പറയുന്നത്? മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചാനലുകൾ. അപ്പോൾ അവർക്കെതിരെ ഞാൻ സംസാരിക്കും. പിന്നെ മലയാള സിനിമയ്ക്ക് സാമ്പത്തികമായി അതായത് വലിയ വിജയങ്ങൾ കൊണ്ടുവന്നത് മോഹൻലാലാണ്. മലയാള സിനിമയ്ക്ക് 50 കോടി നേടാം, 100 കോടി നേടാം, ഇതെല്ലാം കൊണ്ടുവന്നത് മോഹൻലാൽ സിനിമകളിലൂടെയാണ്. അപ്പോൾ അത് അങ്ങനെയല്ല, മോഹൻലാലിന്റെ എല്ലാം തള്ളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനെതിരെ സംസാരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 2013 50 കോടി എന്ന നേട്ടം മോഹൻലാലിലൂടെയാണ് മലയാള സിനിമയ്ക്ക് വന്നത്. അദ്ദേഹത്തിന്റെ ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയ്ക്കും 50 കോടി നേടാം വേൾഡ് വൈഡ് കളക്ഷനിലൂടെ എന്ന് കാണിച്ചു തന്ന സിനിമ. വേൾഡ് വൈഡ് കളക്ഷനിലൂടെ 100 കോടി നേടാം എന്ന് 2016 പുലിമുരുകൻ എന്ന സിനിമയിലൂടെയാണ് നമ്മൾക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടാം എന്ന് പുലിമുരുകൻ നമ്മൾക്ക് കാണിച്ചു തന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടാമെന്ന് പുലിമുരുകൻ നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. വിദേശ കളക്ഷനിലൂടെ മാത്രം 50 കോടി നേടാം എന്ന് ലൂസിഫറിലൂടെയാണ് നമ്മൾ അറിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി നേടാം എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? തുടരും എന്ന സിനിമയിലൂടെയാണ്. ഇതെല്ലാം ആദ്യമായി മലയാള സിനിമയ്ക്ക് കൊണ്ടു തന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ സിനിമകളിലൂടെയാണ്. അതിനുശേഷമാണ് മറ്റുള്ളവരും ഈ നേട്ടത്തിലേക്ക് വരുന്നത്. 2020 മുൻപ് 100 കോടി ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് രണ്ടും മോഹൻലാലിൻ്റെതാണ്. ഓവർസീസ് കളക്ഷൻ മാത്രം 100 കോടി നേടാം എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എമ്പുരാൻ എന്ന സിനിമയിലൂടെയാണ്. എമ്പുരാൻ എന്ന സിനിമ 145 കോടിയാണ് ഓവർസീസിൽ നിന്ന് നേടിയെടുത്തത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ 50 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുക്കാം എന്ന് മോഹൻലാൽ സിനിമകളിലൂടെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും മറ്റുള്ള സിനിമകൾക്ക് അത് നേടിയെടുക്കാനായിട്ടില്ല. മലയാളത്തിൽ മോഹൻലാൽ ഇല്ലായിരുന്നു എങ്കിൽ കേരളത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് തമിഴ്നാട്ടിലെ താരങ്ങൾ കൊണ്ടുപോയേനെ.
മോഹൻലാൽ ഉള്ളതുകൊണ്ട് അത് മലയാള സിനിമയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മറന്നുകൊണ്ട് സംസാരിക്കുന്ന വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. നിർഭാഗ്യവശാൽ അവരെല്ലാവരും മമ്മൂട്ടി ഫാൻസായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ മമ്മൂട്ടിയോടുള്ള ദേഷ്യം കൊണ്ടല്ല. മമ്മൂട്ടിയോട് എനിക്ക് ഒരു ദേഷ്യമില്ല. അദ്ദേഹം വലിയ നടനാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിലും വലിയ വിജയങ്ങളാവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. വളരെ മോശപ്പെട്ട രീതിയിലാണ് മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും മാർക്കറ്റ് ചെയ്യുന്നു. അത് സിനിമയെ ബാധിക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റ് ചെയ്ത സിനിമകൾ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇറങ്ങിയ ദിവസം തന്നെ ഒരു ആവറേജ് സിനിമയെ ഗംഭീര സിനിമ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യും. പടം കാണാൻ വരുന്ന ആൾക്കാർ അത് കണ്ടു കഴിയുമ്പോൾ ഒരു ആവറേജ് സിനിമ എന്ന് പോലും പറയാതെ മോശം എന്നാക്കി മാറ്റി. ഇങ്ങനെയാണ് പല സിനിമകളും വളരെ പെട്ടെന്ന് താഴേക്ക് പോകുന്നത്. എന്റെ പല ചാനലുകൾക്കെതിരെയും രംഗത്ത് വന്നത് മമ്മൂട്ടി ആരാധകരാണ്. എന്ന് വെച്ച് എൻ്റെ വീഡിയോയിലൂടെ അനാവശ്യമായി മമ്മൂട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല. മമ്മൂട്ടിയുടെ വിജയിച്ച സിനിമകൾ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. അദ്ദേഹത്തിന്റെ മികച്ച കളക്ഷൻ നേടിയ സിനിമകൾ മോശമാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയൂല. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടാവുന്നില്ല. അതായത് മമ്മൂട്ടിയുടെ ആരാധകരായിട്ടുള്ള കുറച്ച് ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫേസ്ബുക്കിൽ പല പോസ്റ്റും ഇടുന്നുണ്ട്. ഇവര് മോഹൻലാലിന്റെ വലിയ വിജയമായ സിനിമകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. അതെല്ലാം തള്ളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. മലയാള സിനിമയുടെ കളക്ഷനിൽ മത്സരിക്കുന്നത് മോഹൻലാലും മറ്റു താരങ്ങളും തമ്മിലാണ്. അതായത് ഒരു സൈഡിൽ മോഹൻലാലും മറു സൈഡിൽ മറ്റു താരങ്ങളെല്ലാവരും. ആ കൂട്ടത്തിൽ മമ്മൂക്കിയുമുണ്ട്. അതായത് സിനിമകളുടെ കളക്ഷനിൽ മത്സരിക്കുന്നത് ഇവർ തമ്മിലാണ്. മോഹൻലാലിന്റെ 4 സിനിമകൾ 800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമ്പോൾ മറ്റുള്ള 100 സിനിമകൾ ചേർന്നാണ് ഈ ഒരു കളക്ഷനിലേക്ക് വരുന്നത്. മലയാളത്തിൽ 6 200 കോടി ചിത്രങ്ങൾ പിറന്നപ്പോൾ അതിൽ 3 200 കോടിയും മോഹൻലാലിൻ്റെതാണ്. മറ്റുള്ളവരുടേതായിട്ടാണ് ബാക്കിയുള്ള 3 200 കോടി ചിത്രങ്ങൾ. ഫസ്റ്റ് ഡേ കളക്ഷനിൽ മോഹൻലാലിന്റെ 7 അയലത്ത് പോലും എത്താൻ മറ്റുള്ള താരങ്ങൾക്ക് ആർക്കും ആവുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മോഹൻലാൽ നിർഗുണനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും പറയും മോഹൻലാലാണ് മലയാള സിനിമയിലെ നെടുന്തൂൺ എന്ന് പറയും. അതങ്ങനെയാണ്. സിനിമാ കാഴ്ചക്കാരൻ നവാസ് ഇല്ലാത്ത കാര്യം അങ്ങ് പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായും അദ്ദേഹത്തെ ആക്രമിച്ചത്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഋഷഭ 100 കോടി നേടി എന്ന് തള്ളി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബാറോസ് 100 കോടി നേടി എന്ന് തള്ളി, മരക്കാർ 100 കോടി എന്ന് തള്ളി. അങ്ങനെ ആരാണ് തള്ളിയത്? മരക്കാറിന്റെയും ഋഷഭയുടെയും ബാറോസിന്റെയും കളക്ഷൻ 100 കോടി എന്ന് ഒരു മോഹൻലാൽ ഫാനും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ആക്കി തീർക്കുകയാണ് ഈ പറയുന്ന നവാസ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, 35 കോടി കിട്ടിയ മാമാങ്കം എന്ന സിനിമയെ 135 കോടിയാക്കിയ തള്ളലൊന്നും വേറെ ആരും തള്ളിയിട്ടില്ല എന്ന്. അത് നുണയായിട്ടുള്ള കാര്യമല്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പോസ്റ്റർ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. വെറും 35 കോടി മാത്രം കളക്ഷൻ വന്ന സിനിമയെ 135 കോടിയാക്കി തള്ളിയത് മാമാങ്കം ടീമാണ്. അത് തള്ളാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പൊ അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അത് കേട്ടിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത്തരം ആൾക്കാർ. അപ്പൊ അതിനെതിരെ സംസാരിക്കണ്ടേ? ദൃശ്യത്തിന്റെ കളക്ഷൻ എത്രയാണ് എന്ന് പോലും ഇവർക്കറിയാതെ എത്രയായാലും അത് തള്ളാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനെതിരെ സംസാരിക്കും. എന്റെ വീഡിയോയിലൂടെ ഞാൻ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്, ഉള്ള കാര്യങ്ങൾ ഇല്ല എന്ന് പറയില്ല. എന്താണോ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമേ പറയൂ. അത് ആർക്ക് വിഷമമായാലും ആ രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളെയും പല ആൾക്കാരും എതിർക്കുന്നത്. എൻ്റെ ചാനൽ പൂട്ടിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നത്. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാത്തതിനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. എനിക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല, വേറെയും ചാനലുകളുണ്ട്. നമ്മളുടെ ചാനൽ പൂട്ടിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ എൻ്റെ കാര്യം ഇതാണ്, മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല. മറ്റുള്ളവർ പറയുന്ന വിഷയം തെറ്റാവുമ്പോൾ, അത് പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പോൾ അതിനെതിരെ ഞാൻ സംസാരിക്കും. മോഹൻലാൽ ഫാൻസിന്റെ ഭാഗത്തു നിന്ന് മമ്മൂട്ടിക്കെതിരെ അനാവശ്യമായിട്ട് ഇത്തരം ഡീഗ്രേഡിംഗ് വരുമ്പോൾ അതിനെതിരെയും സംസാരിക്കും. അത് അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അങ്ങനെ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.